ജോർദാനിലെ കിങ് ഫൈസൽ എയർബേസിന് നേർക്ക് ഇറാൻ നടത്തിയ മിസൈൽ ആക്രമണങ്ങളുടെ പുതിയ സാറ്റലൈറ്റ് ചിത്രങ്ങൾ പുറത്തുവന്നതോടെ പശ്ചിമേഷ്യയിലെ സൈനിക സന്തുലിതാവസ്ഥയെക്കുറിച്ചും US പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചുമുള്ള ചർച്ചകൾക്ക് വീണ്ടും സജീവമായിരിക്കുകയാണ്. മിലിറ്ററി വാച്ച് മാഗസിൻ പുറത്തുവിട്ട ഈ ചിത്രങ്ങൾ വ്യോമതാവളത്തിലെ പ്രധാനപ്പെട്ട ഒരു എയർക്രാഫ്റ്റ് ഹാങ്കറിന് ഗുരുതരമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചതായി വ്യക്തമായി കാണാം. ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് മുൻപ് ഉന്നയിച്ച വാദങ്ങളെ ശരിവെക്കുന്ന രീതിയിലാണ് പുതിയ തെളിവുകൾ പുറത്തു വന്നിരിക്കുന്നത്. US സൈന്യത്തിന്റെ അതിപ്രധാനമായ F-15 യുദ്ധവിമാനങ്ങൾ സൂക്ഷിച്ചിരുന്ന താവളം തങ്ങൾ കൃത്യതയോടെ ആക്രമിച്ചു തകർത്തു എന്നായിരുന്നു ഇറാന്റെ പ്രാഥമിക അവകാശവാദം. പുറത്തുവന്ന സാറ്റലൈറ്റ് ചിത്രങ്ങൾ ഈ അവകാശവാദങ്ങൾക്ക് വലിയ രീതിയിലുള്ള ബലമേകുന്നു. എന്നാൽ ഹങ്കറിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന അമേരിക്കയുടെ അത്യാധുനിക F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനം പൂർണ്ണമായും തകർക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നിഗൂഢത തുടരുകയാണ്. സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ വലിയ രീതിയിലുള്ള തകർച്ച കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിലുണ്ടായിരുന്ന വിമാനത്തിന്റെ നിലവിലെ അവസ്ഥയെക്കുറിച്ച് സ്വതന്ത്ര ഏജൻസികളുടെ സ്ഥിരീകരണം ഇതുവരെ ലഭ്യമായിട്ടില്ല. അതേസമയം തങ്ങളുടെ അത്യാധുനിക യുദ്ധവിമാനത്തിന് നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ടെന്ന വാദങ്ങളോട് പ്രതികരിക്കാൻ അമേരിക്കൻ സൈനിക വക്താക്കൾ ഇതുവരെ തയ്യാറായിട്ടില്ല. ഔദ്യോഗികമായി നാശനഷ്ടങ്ങൾ സ്ഥിരീകരിക്കാനോ നിഷേധിക്കാനോ വാഷിംഗ്ടൺ തയ്യാറാകാത്തത് സൈനിക വൃന്ദങ്ങൾക്കിടയിൽ വൻ ഊഹാപോഹങ്ങൾക്ക് വഴിതെളിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ തങ്ങളുടെ വ്യോമാധിപത്യം നിലനിർത്താൻ അമേരിക്ക ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന യുദ്ധവിമാനങ്ങളിൽ ഒന്നാണ് F-15E സ്ട്രൈക്ക് ഈഗിൾ. ഇത്തരമൊരു വിമാനം ശത്രുവിന്റെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു എന്നത് ശരിയാണെങ്കിൽ അത് മേഖലയിലെ US പ്രതിരോധ തന്ത്രങ്ങൾ കേൾപ്പിക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല. ഇറാൻ തൊടുത്തുവിട്ട കൃത്യതയുള്ള പ്രിസിഷൻ ഗൈഡഡ് മിസൈലുകളെ ചെറുക്കാൻ അമേരിക്കൻ നിർമ്മിത പ്രതിരോധ സംവിധാനങ്ങൾക്ക് സാധിച്ചില്ല എന്നതും വലിയ ആശങ്കയ്ക്ക് കാരണമാകുന്നുണ്ട്. ലോകത്തിലെ ഏറ്റവും അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ സജ്ജീകരിച്ചിട്ടുള്ള താവളങ്ങളിൽ ഒന്നാണ് ജോർദാനിലെ കിങ് ഫൈസൽ എയർബേസ്. മിസൈൽ ആക്രമണങ്ങൾക്ക് മുന്നിൽ ആധുനിക സൈനിക താവളങ്ങൾ എത്രത്തോളം സുരക്ഷിതമല്ലാത്ത അവസ്ഥയിലാണ് എന്നതിലേക്കാണ് ഈ സംഭവം വിരൽ ചൂണ്ടുന്നത്. എത്ര വലിയ പ്രതിരോധ വലയമുള്ള താവളങ്ങളെയും തകർക്കാൻ ശേഷിയുള്ള മിസൈൽ സാങ്കേതിക വിദ്യ ഇറാൻ സ്വായത്തമാക്കി കഴിഞ്ഞു എന്ന് ഇത് വ്യക്തമാക്കുന്നു. സമീപകാലത്തായി ഇറാൻ വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് ക്രൂയിസ് മിസൈലുകൾക്ക് ശത്രു ലക്ഷ്യങ്ങളെ മില്ലിമീറ്റർ കൃത്യതയോടെ പ്രഹരിക്കാൻ ശേഷിയുണ്ടെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. പരമ്പരാഗത രീതിയിലുള്ള വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കാൻ ഇവയ്ക്ക് സാധിക്കുന്നു എന്നത് പെന്റഗണിനെ വലിയ രീതിയിൽ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അമേരിക്കൻ വ്യോമസേനയ്ക്ക് പശ്ചിമേഷ്യയിലുള്ള തന്ത്രപ്രധാനമായ സാന്നിധ്യത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഇറാന്റെ ഈ നീക്കം. തങ്ങളുടെ സൈനിക താവളങ്ങൾ സുരക്ഷിതമല്ലെന്ന തോന്നൽ അമേരിക്കൻ സഖ്യകക്ഷികൾക്കിടയിൽ സൃഷ്ടിക്കാൻ ഇറാൻ സാധിച്ചു എന്നത് നയതന്ത്രപരമായും ഇറാന്റെ വിജയമായി വിലയിരുത്തപ്പെടുന്നു. ആധുനിക യുദ്ധമുറകളിൽ വിമാനങ്ങളെക്കാൾ മുൻതൂക്കം കൃത്യതയുള്ള മിസൈലുകൾക്കും ഡ്രോണുകൾക്കുമാണെന്ന പുതിയ യാഥാർത്ഥ്യം ഈ സംഭവം അടിവരയിടുന്നു. കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യുദ്ധവിമാനങ്ങൾ നിലത്ത് കിടക്കുമ്പോൾ തന്നെ തകർക്കാൻ കുറഞ്ഞ ചിലവിലുള്ള മിസൈലുകൾക്ക് സാധിക്കുന്നതായി യുദ്ധതന്ത്രങ്ങളിലെ വലിയൊരു മാറ്റമാണ്. വ്യോമതാവളത്തിലെ ഹാങ്കറിനുണ്ടായ നാശനഷ്ടങ്ങൾ മുൻനിർത്തി അമേരിക്കൻ സഖ്യകക്ഷികൾ തങ്ങളുടെ നിലവിലെ പ്രതിരോധ സജ്ജീകരണങ്ങൾ പുനഃപരിശോധിക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ്. ഇറാൻ കൂടുതൽ അത്യാധുനിക മിസൈലുകൾ പ്രയോഗിച്ചാൽ നിലവിലുള്ള പേട്രിയറ്റ് പോലുള്ള പ്രതിരോധ സംവിധാനങ്ങൾക്ക് അത് പൂർണ്ണമായും തടയാനാകില്ല എന്ന ഭയം ശക്തിപ്പെട്ടിട്ടുണ്ട്. കിങ് ഫൈസൽ എയർബേസിന് നേർക്കുണ്ടായ ആക്രമണം പശ്ചിമേഷ്യൻ മേഖലയിൽ വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ അരികിലെത്തിച്ചിരിക്കുകയാണ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങൾ പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ വരും ദിവസങ്ങളിൽ അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രതികരണം നിർണായകമായിരിക്കും. തങ്ങളുടെ ആധിപത്യത്തിന് ഭീഷണിയായ സംഭവങ്ങളെ മറച്ചുവെക്കാൻ അമേരിക്ക പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നാണ് ഇറാനിയൻ മാധ്യമങ്ങൾ ആരോപിക്കുന്നത്. എന്നാൽ യുദ്ധരംഗത്തെ യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവരുന്നത് തടയാൻ അമേരിക്കയ്ക്ക് സാധിക്കില്ലെന്നും അവർ അവകാശപ്പെടുന്നു. ഇറാൻ നടത്തിയ ഈ ആക്രമണത്തിന്റെ ആഘാതം കേവലം ഒരു താവളത്തിൽ ഒതുങ്ങുന്നതല്ല, മറിച്ച് ലോകമെമ്പാടുമുള്ള അമേരിക്കൻ സൈനിക സാന്നിധ്യത്തിന് നൽകുന്ന വലിയൊരു മുന്നറിയിപ്പാണ്. വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തതയുള്ള ഉപഗ്രഹ ചിത്രങ്ങൾ പുറത്തു വരുന്നതോടെ മാത്രമേ നഷ്ടത്തിന്റെ യഥാർത്ഥ വ്യാപ്തി വ്യക്തമാവുകയുള്ളൂ. മിസൈൽ സാങ്കേതിക വിദ്യയിൽ ഇറാൻ കൈവരിച്ച മുന്നേറ്റവും US പ്രതിരോധ സംവിധാനങ്ങളിലെ പാളിച്ചകളും വരും വർഷങ്ങളിൽ അന്താരാഷ്ട്ര സൈനിക നീക്കങ്ങളെയും ആഗോള രാഷ്ട്രീയത്തെയും ഒരുപോലെ സ്വാധീനിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല.